എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. പപ്സ്, സമോസ, ഡ്രിങ്ക്സ്. അയ്യോ ചെലവ് സുരേഷ്, നീ ഇവിടെ എന്റെ അമ്മേ എത്ര വർഷമായടാ. നീയല്ല കഴിച്ച? അത് സാരല്ല, കഴിപ്പൊക്കെ ഇപ്പൊ ഇല്ലടേ, അതിലൊന്നും കാര്യമൊന്നും. അളിയെ കണ്ടാലും വളരെ സന്തോഷം. നീ ഇങ്ങനെ വന്നോ. ദാ, നല്ല അമ്മറം ബീഫും പെറോട്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നീ കഴിക്കണല്ലേ? എനിക്ക് വേണ്ടത് നീ കഴിക്കും. എനിക്കിങ്ങനെ ആൾക്കാർ കഴിക്കുന്ന കണ്ടോണ്ട് അതെനിക്കൊരു നിറവാണ്. അന്നൊക്കെ ദാരിദ്ര്യമല്ലേ കളിയാ, വീട്ടിലും പൈസ ഇല്ല. നീ വല്ലപ്പോഴും വാങ്ങിച്ചിരുന്ന ഒരു മുട്ട പപ്സും ഡ്രിങ്ക്സും ഒക്കെ ഇല്ല, പിന്നെ മസാല ദോശ വാങ്ങിച്ചിരുന്ന നമുക്ക്. അതൊന്നും ഇപ്പോഴത്തെ മന്തി കുന്തി ഒന്നും കഴിച്ചാൽ കിട്ടൂലോ. അതൊരു കാലമായിരുന്നല്ലോ അന്നൊക്കെ. സത്യം പറഞ്ഞ എന്ത് കണ്ണുടങ്ങണ എന്ത് രക്ഷപ്പെട്ടില്ലേ? ഞാൻ സത്യം പറഞ്ഞ അറിയാം, ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഇത് ഇന്നത്തെ എന്റെ ആദ്യത്തെ ആഹാരം. സ്കൂളിലെ മെയിൻ ആണ് ചെലവ്. സുരേഷ് എന്ന് പറഞ്ഞാലേ മറക്കാൻ പറ്റണേ എന്തായാലും. നിനക്ക് പൈസ എവിടെ നിന്നേ? അളിയ അന്നും പൈസയൊന്നും ഇല്ല, പിന്നെ അവിടെ നിന്ന് ഇവിടെ കൂടെ കിട്ടുന്ന അടുത്തൊക്കെ നടത്തും, അത്രേ ഉള്ളൂ. ഇതൊക്കെ അല്ലടെ ഒരു സന്തോഷം. അയ കഴിയടേ. പിന്നെ വീട്ടില് ഇതൊക്കെ വീട്ടിലങ്ങനെ വേറെ കാര്യങ്ങളെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പെണ്ണൊന്നും അങ്ങനെ ഒന്ന് സെറ്റ് ആയില്ലേ. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകാം. അതെ, നിങ്ങളുടെ എങ്ങനെ ചോദിക്കാൻ എങ്ങനെ ഒരു 500 രൂപ കളിയാ ഞാൻ തരാം അളിയാ. അല്ല ഇതിന്റെ എല്ലാം കൂടെ കുഴപ്പമില്ല. മറ്റേ നമ്മുടെ പഴയ മറ്റേ സുരേഷ് ഓർമ്മയുണ്ടോ? ചെലവ് സുരേഷ് മറ്റേ പണ്ടൊക്കെ മറ്റേ പപ്സൊക്കെ വാങ്ങിച്ചിരുന്ന കണക്കിൽ കണ്ടു കേട്ടാ. അവൻ വലിയ വലിയ മറ്റേ കൊണാണ്ട് കടന്ന് കാണിക്കാൻ വേണ്ടി വിളിച്ച് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു ഒരു 500 രൂപ കൂടെ. ഗേദിയൊന്നും പിടിച്ചൊന്നും കാണൂല. ഷോ കാണിക്കാൻ വേണ്ടി പണ്ടത്തെ ചില നടന്നു. ഞാനൊരു 500 രൂപ വാങ്ങിച്ചിട്ടു. നീ എവിടെ?